പാതിരാത്രിയായപ്പോ ഒരു മോഹം കേട്ടാ. ചോറും ചമ്മന്തിയും മോരേറിയും കഴിക്കണമെന്ന്. അങ്ങനെ ആ സ്പോട്ടിൽ തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഞാൻ മാത്രമല്ല എന്റെ റൂമിൽ എന്റെ പിള്ളേരും ഉണ്ട് കേട്ടാ. എന്റെ പിള്ളേരെന്ന് പറയുമ്പോൾ കട്ടക്ക് എന്റെ കൂടെ എന്തിനും ഏതിനും ഉണ്ടാവും കേട്ടാ. അതായത് എന്റെ അതേ വൈബാണ് കേട്ടാ. ഞാൻ ബെഡ് സ്പേസിൽ ആദ്യമായിട്ടാണ്. പക്ഷെ ഒരിക്കലും മറക്കൂല ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ. അങ്ങനെ നമ്മൾ ചോറും ചമ്മന്തിയും മോരേറിയൊക്കെ നമ്മൾ ഏറെക്കുറെയൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരടുപ്പിൽ അരി വെന്തോണ്ടിരിക്കുകയാണ് കേട്ടാ. അടുത്ത നമ്മൾ താളിച്ച മോരേറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. മോരേറി ഉണ്ടാക്കാനൊന്നും ഒരു പാടുമില്ലല്ലോ. നിമിഷം കൊണ്ട് മോരേറിയാവും അല്ലേ? എന്താ പാട് ഈസി അല്ലേ ഇതൊക്കെ ഉണ്ടാക്കാൻ. എന്റെ മോരേറിയുടെ കളറൊക്കെ നോക്കി എല്ലാമൊക്കെ സെറ്റായി എല്ലാം റെഡി ആയിരുന്നതാണ്. നമ്മൾ അവസാനം ആ കളറും കൂടെ നിങ്ങൾ നോക്കണം കേട്ടോ. ചോറും ഏറെക്കുറെയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഊറ്റാറൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ മോരേറിയും ചോറും ഒക്കെ സെറ്റായി. ഇനി അടുത്ത് നമ്മൾ ചമ്മന്തിയിലോട്ട് കയറാം. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് തൊട്ടപ്പം പകുതി പുളി ഞാൻ തന്നെ കഴിച്ചേട്ടാ. പുളി എന്ന് പറയുമ്പോൾ എനിക്കൊരു വികാരം തന്നെയാണ്. പുളിയുടെ ഒരു വലിയൊരു കഥ പറയാനുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ സമയമില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. വലിയ കഥയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചമ്മന്തി സെറ്റായി, മോരേറി സെറ്റായി, ചോറ് സെറ്റായി. മോരേറിയുടെ കളർ ഉണ്ടാവും. മഞ്ഞൾ കുറവാണെന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞളും കൂടെ വാരി ഇട്ടതാണ്. അത് കൂടിപ്പോയി കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുമ്പോഴേക്കാളും നമുക്ക് സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മൾ വിളമ്പി കൊടുക്കുമ്പോഴല്ലേ. നമ്മളെ സെബിൻ കഴിച്ചിട്ട് സൂപ്പർ എന്ന് പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറഞ്ഞൊന്നുമല്ല. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ആസ്വദിച്ച് കഴിച്ചു. എന്താ ചോറും ചമ്മന്തിയും മോരേറി. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.